ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചിൻ്റെ ഫോണോടെ പോയി കുറച്ച് കമൻസിൻ്റെ റിപ്ലൈ ആണ് കൊടുക്കുന്നത്. കുറച്ച് ഡൗട്ട്സ് ഉണ്ട് ആൾക്കാർക്ക്, നമ്മുടെ വ്യൂവേഴ്സിൽ തന്നെ കുറച്ച് പേർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട്. എന്നോട് ഇങ്ങനെ ചോദിക്കും, എന്താണ് നിങ്ങളെന്താ ഇതൊന്നും പറഞ്ഞു തരാത്തതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. റീന് കുറച്ച് വെള്ളം കൊടുത്തരോ, ഞാൻ നല്ല ചൂടുണ്ട്. വീഡിയോ എടുക്കാൻ ഇരുന്നിട്ടുള്ളൂ, അപ്പോഴേക്കും ദാഹിച്ചു പോയി. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും കമൻസിന് റിപ്ലൈ തരാം, ഞാൻ നോക്കട്ടെ. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, എല്ലാവരും ഇല്ല കേട്ടോ, കുറച്ച് പേര് ഒന്നോ രണ്ടോ മെസ്സേജ് മാത്രം അങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ അവർക്കൊരു വ്യക്തത കൊടുക്കണമല്ലോ. ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വീഡിയോ റിലേറ്റഡ് തന്നെയാണല്ലോ കാണിക്കുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഞാനൊരു കോണ്ടൻറ്റിനായിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടാറില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞു, അപ്പോൾ പിന്നെ വീട് റിലേറ്റഡ് അല്ലാണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വീട് റിലേറ്റഡ് കാണിക്കുന്നത്. പിന്നെ എപ്പോഴും ഇങ്ങനെ വീട് തന്നെ കാണിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് ഒന്നോ രണ്ടോ പേര് മാത്രമാണ്. പക്ഷേ എത്രയോ പേരുടെ കമൻസ് ചോദിക്കാത്ത കുറേ ആൾക്കാരുണ്ട് ഇതിൽ. അതുകൂടാണ്ട് പേഴ്സണലി മെസ്സേജ് ആക്കിയിട്ട് ചോദിക്കേണ്ട ഓരോ കാര്യങ്ങളും, ഓരോ ഡൗട്ട്സും. അപ്പോൾ അതെന്തായാലും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത് ഒരു റീസൺ തന്നെയാണ് നമ്മൾ ഇങ്ങനെ കാണിക്കാൻ കാരണം. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ വീട് കാണിച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കണോ അങ്ങനത്തെ ഒരു ചോദ്യമുണ്ട്. പൈസ ഉണ്ടാക്കണ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് എൻ്റെ ജോലി ഈ യൂട്യൂബ് ബ്ലോഗിംഗ് ആണ്. നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ സിറ്റുവേഷൻസും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകം അത് ഓരോരുത്തരോടും എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ ജോലി. അപ്പം എനിക്കിപ്പം ഓരോ ദിവസം ഓരോ കോണ്ടൻറ്റ് ഉണ്ടാക്കുന്നത് തന്നെയാണ് എൻ്റെ പണി. അപ്പോൾ ആ കോണ്ടൻറ്റ് ഇപ്പം നമ്മൾ വീട് റിലേറ്റഡ് കാണിക്കുന്നതാണ് ഇപ്പം എനിക്ക് പറ്റുള്ളൂ. കാരണം ഇതിനായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ലല്ലോ. ഇതിനായിട്ട് ഇപ്പം ഞാൻ എന്നും രാവിലെ പുറത്ത് പോവുകയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ആരും നോക്കുമ്പോൾ അപ്പോൾ എനിക്ക് വീട്ടിലിരുന്നുകൊണ്ടുള്ള പണികളെ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഒരുപാട് കമൻസ് ഉണ്ട് അത് റിലേറ്റഡ് ചോദിക്കുന്നവർ. ഓക്കെ, ഇപ്പോൾ ഞാനൊരു മെസ്സേജ് വായിക്കാം. ഒരു ഉമ്മ എഴുതിയ ഒരു മെസ്സേജാണ്. സിനി കിളി എന്നാണ് ആ ഒരു മെസ്സേജ് ഇട്ട ആളുടെ പേര്. അത് മോൻ്റെ എന്താ പറയുക യൂട്യൂബിൽ നിന്നാണ് അവർ കമൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. മോളെ, ഞാൻ എപ്പോഴും മെസ്സേജ് ഇടുന്ന ഉമ്മയാണ് കേട്ടോ, മോൻ്റെ ഫോണാണിത്. ഉമ്മാക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എപ്പോഴും കീമോയുടെ കാര്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും മോനെ ഓർമ്മിപ്പിക്കണ്ട മോളെ, അതങ്ങ് കൃത്യമായി നടക്കട്ടെ. ആ ഒരു മെസ്സേജിൽ തന്നെ വല്ലാത്തൊരു സ്നേഹം കാണുന്നില്ലേ? ഞാൻ ആ മെസ്സേജ് അതിന് കൂടെ കൊടുക്കാം സമയം ഉണ്ടെങ്കിൽ കേട്ടോ ഇൻഷാ അല്ലാ. അതായത് എന്താ പറയുക, അങ്ങനെ ഒരുപാട് ഉമ്മമാർ എനിക്ക് മെസ്സേജ് ആക്കുന്നുണ്ട് ഇക്കാന കാര്യങ്ങൾ ചോദിച്ചിട്ട്. ഞാൻ ഈ ഒരു മെസ്സേജ് ഇടാൻ കാരണം, ഈ മെസ്സേജ് വായിക്കാൻ കാരണം എന്താണെന്നറിയോ? ഈ ഉമ്മ കുറേ വേറെ മെസ്സേജ് ആക്കുന്നുണ്ട് കേട്ടോ, മോളെ ഈ വർക്ക് കഴിഞ്ഞ് ആ ക്ലീനിങ് ആൾക്കാരെ ഒന്നുകൂടെ വിളിക്ക്, എന്നിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് താമസം തുടങ്ങിയാൽ മതി കേട്ടോ എന്നൊക്കെ ഒരു സ്നേഹത്തോടുള്ള സംസാരങ്ങളാണ്. കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷവും സങ്കടവും എല്ലാം കൂടി ഒരു മിക്സഡ് ഫീലിംഗ് ആണ്. കാരണം നമ്മൾ ബന്ധുക്കൾ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് യൂട്യൂബിൽ നിന്നുള്ള ഉമ്മമാർ പറയുന്നത്. ബന്ധുക്കൾ പറയുന്നില്ല എന്നല്ല കേട്ടോ, മീൻസ് എല്ലാവരും എന്താ പറയുക, അത്രയും സ്നേഹം അടുപ്പമുള്ളവർക്ക് പോലും ഇല്ലാത്ത സ്നേഹങ്ങളാണ് നമ്മുടെ യൂട്യൂബിൽ നിന്ന് യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയല്ലേ. പിന്നെ അതുപോലെ തന്നെ ആ ഉമ്മ തന്നെ കുറേ മെസ്സേജ് ആക്കിയിട്ടുണ്ട്. എന്താ പറയുക, കുറേ മെസ്സേജ് ഉണ്ട്. ഞാനിപ്പോൾ എല്ലാം വായിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം ഉമ്മക്ക് എന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് തോന്നുന്നു. കുറേ മെസ്സേജ് ആയിട്ടാണ്, കമൻസ് ആയിട്ടാണ് മെസ്സേജ് ഇടുന്നത്. അടുത്തത് അപ്പം ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ, ഈ ഒരു മെസ്സേജ് വായിക്കാൻ കാരണം, കഴിഞ്ഞ വീഡിയോയിലെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് ഞാൻ റൂഹിമോളെ കുറേ ദിവസമായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം റൂഹിമോളെ എനിക്ക് അങ്ങോട്ടും നടന്നിട്ട് എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നത് നിങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ റൂഹിമോളെ കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ റൂഹിമോളെ കാണിച്ചു. അപ്പം കഴിഞ്ഞ വീഡിയോത്തെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത്, ഇവിടെ മൊത്തം ഇപ്പോഴും പണിക്കാരുണ്ട്, പെയിൻറ്റിൻ്റെ പണിക്കാരൊക്കെ അവിടെ ഉണ്ട്. ഞാൻ കാണിക്കട്ടോ. അപ്പോൾ ആദ്യം പെയിൻറ്റിൻ്റെ പണിക്കാരെ കാണിക്കട്ടെ, അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ പുറത്ത് നിന്നിട്ട് വീഡിയോ ചെയ്യണത് ഇതാ. ഓക്കെ, അവിടെ പെയിൻറ്റ് പണി നടക്കുന്നുണ്ട്, പുറത്ത് പെയിൻറ്റ് ഉണ്ട്, പെയിൻറ്റ് പണി നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ
വീഡിയോ ചെയ്തത് വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ടല്ലോ, അത് ആർക്കോ എന്തോ ഒരു ഇഷ്യൂ ഉള്ള പോലെ 1-2 കമൻറ്റ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തിനെങ്ങനെ ഡെയിലി ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നത്, ഒരു കണ്ടൻറ്റും ഇല്ലാണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. കണ്ടൻറ്റ് ഇല്ലാണ്ടിരിക്കുന്നില്ല, കാരണം വീട് പണി കഴിഞ്ഞ വീട്ടിൽ വീണ്ടും പണി നടക്കുന്നത് ഒരു കോണ്ടൻറ്റ് തന്നെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന ആൾക്കാർക്ക്, ഞാനൊരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ കാണുന്ന ആൾക്കാർ ഒരിക്കലും ഒരു വീട് ഫുള്ള് പണി തീർന്നല്ലാണ്ട് വീട് പണി മീൻസ് ഹൗസ് വാമിങ് ആക്കൂല. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, കുറച്ച് ആൾക്കാരല്ലേ, പണിക്കാരല്ലേ, നമ്മൾ വീട് പണി കഴിഞ്ഞതിന് ശേഷം അവർ വന്നോളുന്നു. പക്ഷേ നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ അത്രയും വൃത്തിയാക്കിയ വീട്ടിൽ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോകണം, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം, അവിടെ പെയിൻ്റ് അടിക്കുന്ന, ഡ്രില്ല് ചെയ്യണത്, അവിടെ പെയിൻ്റ് അടിക്കുന്ന, പൊടിയാവുന്ന, പിന്നെയും ആക്കുന്ന, നമ്മളെല്ലാവരും അങ്ങോട്ട് നടക്കുന്ന, ബെഡിലാവുന്ന, മൊത്തം അലമ്പാവും. അപ്പോൾ ശരിക്കും നമ്മൾ വീട്ടിലെ ഫുള്ള് പണികൾ തീർന്നല്ലാണ്ട് ഒരിക്കലും ഹൗസ് വാമിങ് വെക്കരുത്. അപ്പോൾ ഈ ഒരു വീട് കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കൂലേ, നമ്മൾ അത് കഴിഞ്ഞിട്ട് കൂടിയിരുന്നാൽ മതി എന്ന്. അപ്പോൾ അതൊക്കെ നമുക്കത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടൻറ്റ് ഇല്ലാണ്ട് ഇരിക്കുന്നില്ല. വീട് പണി നടക്കുന്നതും, അവിടെ വീട് പണി കഴിഞ്ഞ ശേഷം നമ്മൾ ഓരോ തിരക്കുകൾ കാണിക്കുന്നതും, പിന്നെ അതുപോലെ ഇക്കാൻ്റെ വിശേഷങ്ങൾ പറയുന്നതും, അതിൽ ഇക്കാനെ ഒന്നിരിക്കുക, ഞങ്ങളൊരു കാര്യം പറയാനുണ്ട്. ഇക്കാൻ്റെ ചിരി കണ്ടിട്ട് കുറേ പേര് കഴിഞ്ഞ വീഡിയോയിൽ കമൻസിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, പാവം ഇക്ക ചിരിക്കുന്നത് കണ്ടോ, എന്ത് രസമാണ്, ക്യൂട്ടാണെന്നുള്ളത്. അതിൽ ഒരു കമൻറ്റ് ഞാൻ വായിക്കാം. ലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ കമൻറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ. കുറേ കമൻറ്റ്സ് ഇക്കാനെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. ഇക്കാൻ്റെ സിറ്റുവേഷനൊക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ കുറേ ഉമ്മമാരാണ് ഇക്കാക്ക് എപ്പോഴും ഇക്കാനെ കാണുമ്പോൾ പാവം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉമ്മമാരാണ് കമൻറ്റ് ഇടാറ്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ കുറേ സിസ്റ്റേഴ്സും മറ്റേ ഇത്താത്തമാരും അനിയത്തിമാരും ഒക്കെ കമൻറ്റ് ഇട്ടാൽ എനിക്ക് അതിൽ ഒന്നും തോന്നുന്നില്ല. കാരണം നല്ല രീതിയിലായിരിക്കും അവരുടെ മനസ്സിൻ്റെ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും ആ ഒരു കമൻറ്റ് ഇടുന്നത്. ഇക്കാൻ്റെ അവസ്ഥ എന്താണ്, ഇക്കാൻ്റെ അത് ചോദിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഇക്കാൻ ചിരി കാണുമ്പോൾ പാവം തോന്നുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു നല്ല കമൻറ്റായിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലുള്ള കമൻറ്റ് വായിക്കാം. എന്താ ഇപ്പോൾ കാണിച്ച ഇത്താ നിങ്ങൾ റൂയി ചോക്ലേറ്റ് കഴിക്കുന്നത്, നിങ്ങൾ പേപ്പർ വായിക്കുന്നതുമാണോ? ഇന്നലത്തെ വീഡിയോൻ്റെ കേട്ടോ പറയണത്. ഇതൊക്കെ ഒരു വ്ളോഗാണോ? ഇതൊക്കെ ഒരു വീഡിയോ ആണോ? ഇക്ക ചിരിക്കുന്നത് ഇഷ്ടമായി എന്ന് പറയുന്ന കുറച്ച് പെണ്ണുങ്ങളും. ആ ഒരു കമൻ്റ് ഉണ്ടല്ലോ, അതെന്തോ ഒരു അന്യപുരുഷൻ ചിരിക്കുന്നത് കണ്ട് രസിക്കാൻ പാടില്ല. അതിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടാത്തൊരു വ്യക്തിയാട്ടോ. എനിക്കത് ഇഷ്ടമില്ല അങ്ങനെ ഇടപെടുന്നത്. കാരണം ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഭയങ്കരമായിട്ടൊരു കാരണം ആ കമൻ്റ് ഇട്ട ആൾക്കാർക്കൊക്കെ ഒരു മോശമായിട്ടുള്ളൊരു കമൻ്റായിപ്പോയി ഇത്. കാരണം ഇക്കാനെ കണ്ട ആൾക്കാരൊക്കെ അങ്ങനെ അന്യം പുരുഷന്മാരെ നോക്കി, അത് നമ്മൾ മനസ്സാണ് നോക്കേണ്ടത്. അല്ലാണ്ട് എന്താ പറയുക, ഒരു നോട്ടത്തിൽ അത് എനിക്ക് പറയാൻ എങ്ങനെയൊക്കെ കുറേ പറയണമെങ്കിൽ. കാരണം ഇന്നത്തെ ഈ കാലത്ത് നമുക്കിപ്പോൾ ഒരു സ്കൂളിൽ പോവുകയാണെങ്കിൽ അവിടെ എത്രപ്പോലും ടീച്ചേഴ്സ് ഉണ്ടാവും, മെയിൽ ടീച്ചേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നമ്മളെ കുട്ടികളെ ടീച്ചേഴ്സിനോട് സംസാരിക്കാനുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ബസ്സിൽ കയറുന്നവരുണ്ടാവും, പുറത്ത് പോകുന്നവരുണ്ടാവും. അവിടെയൊക്കെ മെയിൽ ആണുങ്ങളുണ്ടാവില്ലേ? ആ ആണുങ്ങളെ മുഖത്ത് നോക്കാൻ പാടില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു കമൻ്റ് ഇട്ട ആളോട് ചോദിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ഒരാളെ നോക്കി എന്ന് വെച്ചിട്ട് ഒന്നും വരുന്നില്ല. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതനുസരിച്ചിരിക്കണം. അല്ലാണ്ട് നോക്കാൻ പാടില്ല എന്നാണ് നമ്മൾ കണ്ണടച്ച് നടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ഇസ്ലാമിൽ കൊടുത്തിട്ടില്ല. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്നാണ്. അതായത് അന്യപുരുഷന്മാരെ നോക്കരുത്, ശരി തന്നെയാണ്. അത് ഏത് രീതിയിൽ നോക്കുന്നു എന്നതിലാണ് കാര്യം. അല്ലാണ്ട് കണ്ണിലൂടെ നോക്കരുത് എന്നല്ല. ഓക്കെ, അത് അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളെയും നോക്കരുത് എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ നോക്കുന്നത് തല താഴ്ത്തി നമുക്കിങ്ങനെ മേലേക്ക് നോക്കാണ്ട് കണ്ണടച്ച് നടക്കാൻ പറ്റില്ലല്ലോ. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പം നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്താണോ അതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോസിന് താഴെ കമൻറ്റ് ഇട്ടവരുടെ ഉദ്ദേശം എന്താണെന്നല്ലെങ്കിൽ എനിക്ക് ഇനിയിപ്പോൾ ആരും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എനിക്ക് എന്താ പറയുക, അത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഇക്കാനോടുള്ള ആ ഒരു എന്താ പറയുക, ഉമ്മമാർക്ക് വാത്സല്യം അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പം ഈ ഒരു കമൻറ്റ് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് വേണമെങ്കിൽ കാണാം. ലിയ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, അത് ലേഡിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, മിക്കവാറും ഒരു മെയിലാവും. ഓക്കെ, അത് അവരുടെ ഇഷ്ടം.
അപ്പോൾ ഇങ്ങനത്തെ വ്ളോഗ് ഇങ്ങനത്തെ വ്ളോഗ് ഇട്ടിട്ട് കാശ് സമ്പാദിക്കാൻ പാടില്ല, ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയെന്ന്. എന്താ പറയുക, ഞാനൊരിക്കലും, അതിപ്പോൾ എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഞാനൊരിക്കലും അങ്ങനെ വെറുതെ ഒരു വ്ളോഗ് ഇട്ടിട്ട് കാശ് സമ്പാദിക്കാൻ നിൽക്കാറില്ല. ഈ ഒരു വീഡിയോ പോലും നമ്മൾ മോണിറ്റൈസേഷനൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയൊക്കെ തന്നെയാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇടുമ്പോൾ അതിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആവണമല്ലോ, മീൻസ് കിട്ടണമല്ലോ. പക്ഷേ വെറുതെ വളവളാന്ന് ആക്കിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാറില്ല, അത് നമ്മുടെ വ്യൂവേഴ്സിനറിയാം. ഓക്കെ, അപ്പം ഈ കമൻ്റ് ഇട്ട വ്യക്തിയോട് പറയാണ്, ദയവായിട്ട് ഇങ്ങനെ വേറൊരു, അവരുടെ ഫാമിലി ഉണ്ടാവില്ല ആൾക്കാർ, ഇപ്പം അവരൊക്കെ ഇങ്ങനെ ലേഡീസൊക്കെ തല താഴ്ത്തി കണ്ണടച്ചിട്ടാണോ മുന്നോട്ട് പോകുന്നത്? ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റുമോ? എത്ര പേര് ആണുങ്ങൾ നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങി, അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാണ്ട് വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടുന്ന ആൾക്കാരാണെങ്കിൽ ഈ പൊട്ടക്കിണറ്റിലെ തവളകളെ മാതിരിയായിട്ടുള്ള സ്ത്രീകളാണോ നമ്മൾ ഇസ്ലാമിൽ അങ്ങനെ വിചാരിക്കുന്നത്? മീൻസ് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും മുന്നേറണം എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. അത് ഒന്നും അറിയാണ്ട് അങ്ങനെ പാടില്ല. പറയുമ്പോൾ കുറേ പറയാനുണ്ടാവും, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു വിവാദമാവണ്ട വിചാരിച്ചിട്ടാണ് പറയാത്തത് കേട്ടോ. നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. ഈ സബ്ജക്റ്റ് അടച്ച് നിർത്താം, കൂടുതൽ പറഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ചടപ്പാവും. ഞാനിപ്പോഴാണ് ഈ കാര്യം ശ്രദ്ധിക്കുന്നത്. ഇതെന്താ ഇവിടെ മാങ്ങ? ഇന്നെ പേടിച്ചിട്ട് രണ്ടാം കൂടി പോയതാണ്. വീഡിയോ പേടിച്ചിട്ടല്ലേ? അതന്നെ ഉദ്ദേശിച്ചത്. എന്നാ നിങ്ങൾ കിട്ടൂല വീഡിയോയില്? അവിടെ ഇരുന്നോളി. എൻ്റെ വീഡിയോയില് ഞാൻ മാത്രം ഒരു ആക്റ്റീവായിട്ട് നിൽക്കുള്ളൂ. എൻ്റെ കുട്ടിയുണ്ട് അല്ലേ, നല്ല കുട്ടിയാണ്, അവൾ ഭയങ്കര പഠിത്തമാണ്. ഇപ്പോൾ സ്കൂളിൽ ഞാൻ പറഞ്ഞപ്പോൾ ഭയങ്കര പഠിത്തമാണ്. അപ്പം അടുത്തത് പിന്നെ കുറേ കമൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നല്ല നല്ല കമൻസ് വായിക്കാം. കുഞ്ചൻ മൂച്ചിക്കാടൻ മെസ്സേജ് ആക്കിയതാണ്, 2 പെൺമക്കളുടെ സൗഭാഗ്യം എല്ലാം എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ. അപ്പം താഴെ കൈറുനിസ, ഡ്രീം ക്യാച്ചർ, സാദിഖ് പതിഞ്ഞാറയിൽ, ജിയാൻ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് 2 അല്ല 3 പെൺമക്കൾ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അങ്ങനെ തന്നെ ആവട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇക്കാൻ്റെ ചിരി പാവം മാഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ കമൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ആരൊക്കെയോ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട് പറയണവരുണ്ട് കേട്ടോ. ഞാൻ അതൊന്നും വായിക്കുന്നില്ല, കാരണം നെഗറ്റീവ് കമൻസ് വായിച്ചിട്ട് നമുക്ക് വെറുതെ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടല്ലോ, നെഗറ്റീവ് ഇടുന്നവർക്ക്. ഓക്കെ, ഫ്ലോറിൽ യൂസ് ചെയ്ത ടൈലിനെ പറ്റിയിട്ട് പറയുമോ ചോദിച്ചിട്ടുണ്ട് ഷംല ഫാസിൽ. പുറത്തൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് സൈഹ സംറീൻ. സജി ശ്രീധരൻ, നിങ്ങളെ പണി മുഴുവൻ കഴിഞ്ഞിട്ട് കുടിയിരുന്നാൽ പോരായിരുന്നോ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ടേബിൾ ആൻഡ് ചെയർസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് സൈനു നാസർ. ഓക്കെ, നിങ്ങൾ വീട് പണി കഴിഞ്ഞിട്ട് കുടിയിരുന്നാൽ പോരായിരുന്നോ എന്നുള്ളതിൻ്റെ ഉത്തരം ശരിക്കും ഇക്കാക്കാണ് പറയാൻ പറ്റുക, കാരണം ഇക്കയാണ് തിരക്ക് കൂട്ടിയത്. ഞാൻ പറഞ്ഞിരുന്നു, എനിക്കതെൻ്റെ ആഗ്രഹം, എല്ലാ പണി കഴിഞ്ഞിട്ട് നമുക്ക് തിരക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇക്കാക്ക് കീമോ ഡിലേ ആവും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കീമോ എന്തുകൊണ്ട് നേരത്തെ ചെയ്തുവിടാമെന്ന്. അപ്പം കീമോ നേരത്തെ ചെയ്താൽ ഇക്കാക്ക് കീമോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെയിൽ കൊള്ളാൻ പറ്റില്ല, പിന്നെ ഒരുപാട് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും ഒരു 1 വീക്കിൽ. അപ്പോൾ ആ സമയത്ത് ഹൗസ് വാമിങ് വെക്കുകയാണെങ്കിൽ പിന്നെ ഇക്കാക്ക് ക്ഷീണമാവും. പിന്നെ അപ്പോൾ അങ്ങനെ ഒരു ക്ഷീണത്തോട് കൂടിയിട്ട് നമ്മളൊരു ലൈഫിലൊരു ടേണിങ് മൊമെൻറ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അത് ഒഴിവാക്കിയത് കേട്ടോ. ആരോ വന്നിട്ടുണ്ട്. പിന്നെ ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. പിന്നെ ഇപ്പോൾ കണ്ടോ, പുറത്തൊന്ന് കാണിക്കാമോ ഫ്ലോറിൽ യൂസ് ചെയ്ത ഈ ടൈലിൻ്റെ പേരെന്താണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അന്ന് ആ ടൈലിൻ്റെ ആ ഒരു കവർ പൊട്ടിക്കാത്തൊരു ഇതുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് എൻ്റെ അടുത്തില്ല. ഞാൻ ആ വീഡിയോ തപ്പി നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ്. ടെക്സ്ചർ പെയിൻറ്റിൻ്റെ, അപ്പോൾ ടെക്സ്ചർ പെയിൻറ്റ് ചെയ്യാനുള്ള ടീം വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ. ഞാനതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇനി ബാക്കി വീഡിയോസ് എന്താ ഇപ്പം ചെയ്യുക? ടെക്സ്ചർ പെയിൻറ്റ് കാണിക്കണോ അതോ ഞാൻ ബാക്കിയുള്ളത് പറയണോ? കൺഫ്യൂഷനായിപ്പോയി. നമ്മുടെ വീട്ടിൽ കിച്ചണിൽ വൈറ്റ് കിച്ചൺ ഉണ്ടല്ലോ, വൈറ്റ് കിച്ചണിൻ്റെ അവിടെയാണ് ടെക്സ്ചർ പെയിൻറ്റ് ഉള്ളത്. വൈറ്റ് കിച്ചണിൻ്റെ ഒരു സൈഡിൽ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു വാളിലാണ് ടെക്സ്ചർ പെയിൻറ്റ് വരുന്നത്.
അപ്പോൾ ബാക്ക് ടു നമ്മുടെ കമൻസിന് റിപ്ലൈ. അപ്പോൾ കുറേ ആൾക്കാർ ഇത് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ഒത്തിരി ആൾക്കാർ എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയോന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റാത്ത അത്രയും കമൻസ്. അത് നമ്മുടെ വീഡിയോൻ്റെ കമൻസിന് മാത്രമല്ല, എനിക്ക് പേഴ്സണലി മെസ്സേജ് ആക്കിയിട്ടും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ആക്കിയിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരി ആൾക്കാർക്ക് യൂസ്ഫുള്ളാണ്. കാരണം വീട് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നല്ലതാണിത്. അല്ലാണ്ട് ചിലർ വിചാരിക്കുന്ന പോലെ ഇത് ശരിയാണ്, പൈസ ഉണ്ടാക്കാൻ ഉള്ള വീഡിയോ തന്നെയാണ്, അത് ശരിയാണ്. പക്ഷേ ഞാനെടുക്കുന്ന എഫേർട്ടിനുള്ള ഒരു വർത്ത് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് യൂസ്ഫുള്ളാണ്. അല്ലാണ്ട് ഞാൻ വെറുതെ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല, നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് എന്തൊക്കെയാണ് ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതും. നിങ്ങൾക്ക് വീടുണ്ടാക്കുമ്പോൾ യൂസ്ഫുള്ളാകുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഞാൻ നിങ്ങൾക്ക് അത്രയും എഫേർട്ട് എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എനിക്കൊരു വർത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ആ നെഗറ്റീവ് കമൻസ് ഇടുന്നത്. നെഗറ്റീവ് ഞാൻ മൈൻഡ് ആക്കുന്നില്ല, എന്നാലും ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അടുത്ത കമൻറ്റ് നല്ല രസമുള്ളൊരു കമൻറ്റാണ്. നിഷ കുട്ടി അതാണ് കമൻറ്റ് ഇട്ടുള്ളത്. ഇപ്പോൾ ഐഷ മുടങ്ങാതെ വീഡിയോ ഇടുന്നുണ്ടല്ലോ, ഇൻകമിന് വേണ്ടിയാണോ? തീർച്ചയായിട്ടും ഇൻകമിന് വേണ്ടി തന്നെയാണ് ഡെയിലി കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഇടുന്നത്. അതെല്ലാ വ്ളോഗേഴ്സും അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് ഒരു വ്ളോഗേഴ്സും ഇൻകം കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. ഓക്കെ, ഇൻകം എല്ലാവരും എല്ലാ ഫേമസ് ആയിട്ടുള്ള വ്ളോഗേഴ്സും ഇൻകത്തിന് വേണ്ടി തന്നെയാണ് ഓരോ ദിവസം കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഇടുന്നത്. അല്ല ഇനിയിപ്പം ആഴ്ചയിലൊരിക്കലാണെങ്കിലും മാസത്തിലൊരിക്കലാണെങ്കിലും അവർ ഇൻകം കിട്ടാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഫേമസ് ആവാൻ തന്നെയാണ് ഇടുന്നത് അല്ലേ. അല്ലാണ്ട് വെറുതെ ഒരു രസത്തിന് ഇടുന്നില്ലല്ലോ അല്ല ആരും. അത് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല അത്, പക്ഷേ അവർക്കൊരു സമാധാനത്തിന് ചോദിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്തത് പുതിയ വീട്ടിലെ താമസം എങ്ങനെയുണ്ട്, മോൾക്ക് ഇഷ്ടപ്പെട്ടോ? അന്ന് പാടിയ ജനഗണമന ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. അത് റൂഹിമോൾക്കുള്ള ഇതാണെന്ന് തോന്നുന്നു. സുഖമാണ് മോളെ, അത് മല്ലു ഫലുദ. ഓക്കെ, പിന്നെ വെക്കേഷനൊക്കെ അല്ലേ, മോൾക്ക് സമയമുണ്ടെങ്കിൽ ജനഗണമന ശരിയായ രീതിയിൽ പാടാൻ ശ്രമിക്കൂ കേട്ടോ. അതൊക്കെ റൂഹിമോളോടാണ് പറയണത്. ഓക്കെ, മീൻസ് അത്രയും സ്നേഹത്തോടെയാണ് കുറേ ഉമ്മമാരായിരിക്കും ഇതൊക്കെ മെസ്സേജ് ആക്കുന്നത്. സന്തോഷം. പിന്നെ നമ്മൾ വീടിൻ്റെ ടാക്സ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി കുറേ ആൾക്കാർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എത്രയും വലിയ വീട്ടിന് വലിയ ടാക്സോ കൊടുക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ടാക്സ് ഓരോ സ്ക്വയർ ഫീറ്റിനനുസരിച്ചിട്ടാണ്. അതായത് 3000 സ്ക്വയർ ഫീറ്റ് വരെ ടാക്സ് ഇല്ല, ടാക്സബിൾ അല്ല. ഓക്കെ, പക്ഷേ ഇന്നത്തെ കാലത്ത് 3000-ൻ്റെ അകത്ത് 2900 സംതിങ്ങിൽ എത്തിക്കാൻ ഒരു ഭയങ്കര പാട് തന്നെയാണ്. കാരണം അത്യാവശ്യം ഫെസിലിറ്റീസ് വേണ്ടി വരും ഓരോരുത്തർക്കും ഓരോ വീടുണ്ടാക്കാൻ. ഞാൻ എല്ലാവരുടെയും കേസല്ല കേട്ടോ പറയണത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ആ ഒരു 3000-ൻ്റെ അകത്തേക്ക് ഒരു വീടാക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ 3000 കണ്ട് കയറി കഴിഞ്ഞാൽ 3000-ന് മേലായി കഴിഞ്ഞാൽ ടാക്സ് അടക്കണം. വർഷത്തിൽ 5000 രൂപ. 3000 ടു 5000 സ്ക്വയർ ഫീറ്റിന് അകത്ത് വരുന്നവർക്ക് വർഷത്തിൽ 5000 ആണ്. അത് 3000 ആണെങ്കിലും 3100 ആണെങ്കിലും 4999 ആണെങ്കിലും 5000 രൂപ അടക്കണം. അതുകൊണ്ടാണ് നമ്മളുടെ വീട് ആ ഒരു 5000-ൻ്റെ അകത്തായത്. കാരണം ഏതായാലും നമ്മൾ ടാക്സ് അടക്കണം. അപ്പോൾ പിന്നെ നമ്മൾ സൗകര്യത്തോട് കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ആദ്യം ടാക്സ് അടക്കാണ്ട് കുറേ നോക്കിയിരുന്നു, അടക്കാണ്ട് സ്ക്വയർ ഫീറ്റ് അത് 3000-ൻ്റെ അകത്താക്കാൻ പറ്റുന്നു. പക്ഷേ എങ്ങനെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക 3000-ന് അപ്പുറം കടന്നു. പിന്നെ 3900 4000 അപ്പോഴാണ് നമ്മളിതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 3000 ടു 5000-നകത്ത് 5000 വർഷത്തിൽ 5000 രൂപയാണ് ഇൻകം ടാക്സ് അടക്കേണ്ടത്, വീടിൻ്റെ ടാക്സ് അടക്കേണ്ടത്. പിന്നെ 5000 ടു 7500 വരെ എന്തായിരുന്നു 7000 അല്ലേ, 7500 വർഷത്തിൽ. 5000-ന് മേലെ മുതൽ 7500 വരെ 7500 രൂപയാണ് വർഷത്തിൽ അടക്കേണ്ടത്. പിന്നെ 7500 ടു 7500 അല്ലല്ലോ 7000 അല്ലേ, അതൊന്നും നോക്കിയാൽ മതി നിങ്ങൾ. പിന്നെ 7500 തൊട്ടിട്ട് 10000 വരെ ഉള്ളവർക്ക് 10000 രൂപ വർഷത്തിൽ. പിന്നെ 10000-ന് മേലെ വേറൊരു എമൗണ്ട് ഉണ്ട്, അത് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ 10000-ന് മേലെ സ്ക്വയർ ഫീറ്റുള്ളവർക്ക് 12500 വർഷത്തിൽ അടക്കേണ്ടത്. ഇതാണ് ടാക്സ് അടക്കാനുള്ളത്. അതിപ്പം 10000-ന് മേലൊക്കെ എന്താ പറയുക സ്ക്വയർ ഫീറ്റുള്ള വീടുകൾക്ക് തീർച്ചയായിട്ടും അവർക്ക് വർഷത്തിൽ 12500 അടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല.
അപ്പോൾ അത് ചിലരൊക്കെ വിചാരിക്കുന്നത് വലിയ എമൗണ്ടാണ് ടാക്സ് എന്നൊക്കെ ആയിരിക്കും. ഇതാണ് എമൗണ്ട് വരുന്നത്. വർഷത്തിൽ 5000 രൂപയാണ് നമ്മളുടെ ഈ വീടിൻ്റെ ടാക്സ് വരുന്നത്. ഓക്കെ, അപ്പം അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. കുറേ കമൻസ് അത് റിലേറ്റഡ് ഉണ്ട്, എത്ര ടാക്സ് അടക്കാനുള്ളതെന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരേ ടാക്സ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. പിന്നെ ഐഷ, ഇക്കാടെ ട്രീറ്റ്മെൻറ്റ് വൈകിപ്പിക്കല്ലേ, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇതുവരെ എത്തിയതല്ലേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇത് ഐഷ സലീം ആണ് മെസ്സേജ് ആക്കിയിട്ടുള്ളത്. ശരിയാണ്, നമ്മളായിട്ട് വൈകിപ്പിക്കുന്നതല്ല, ഓരോ കാരണത്താൽ വൈകി. പിന്നെ ഇപ്പം മരുന്ന് വരാൻ ഡിലേ ആയി. ഇൻഷാ അല്ലാ ഈ വീക്കിൽ തന്നെ ഉണ്ട്. ഓക്കെ, സന്തോഷം. മെസ്സേജ് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മൾ അത്രയും കെയർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് എന്ന് അറിയുമ്പോഴേ ഒരു സന്തോഷം തന്നെയാണ്. പിന്നെ ഐഷ, മാഷാ അല്ലാ വീഡിയോ നല്ല രസമുണ്ട് കേട്ടോ. ഒരു തരി പോലും ജാടയില്ല, അഹങ്കാരമില്ല. അല്ലാ നിലനിർത്തി തരട്ടെ ഈ നല്ല സ്വഭാവം. ബാറക്കല്ലാ ഫീക്കും. അതിന് 19 ലൈക്കുണ്ട്. റൈഹാനാണ് മെസ്സേജ് ആക്കിയിട്ടുള്ളത്. ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെയൊക്കെ നല്ല കമൻസ് വരുമ്പോൾ നമുക്ക്, ഞാൻ കമൻസ് റിപ്ലൈ കൊടുത്തില്ല എന്ന് വിചാരിച്ചാലും ഞാൻ ഇങ്ങനത്തെ നല്ല കമൻസൊക്കെ തീർച്ചയായിട്ടും ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. അത് റിപ്ലൈ തന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വായിച്ചില്ല എന്ന് വിചാരിക്കരുത്. ഇതുപോലെ ഒരുപാട് കമൻസ് എനിക്ക് ഡെയിലി വരുന്നതാണ്. എൻ്റെ ഓരോ കാര്യങ്ങളും ചുവരിടും. അപ്പോൾ ഇവിടെ ഇക്കും മക്കളൊക്കെ ചിരിക്കും, അവർക്ക് ഉമ്മാൻ്റെ സ്വഭാവം അറിയില്ല, ഇക്ക പറയണതാണ് എൻ്റെ സ്വഭാവം ശരിക്കും അറിയില്ല എന്നൊക്കെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു പരിധി വരെയല്ലേ. ഇപ്പം നമ്മൾ മക്കളോടും ഹസ്ബൻഡിനോടൊക്കെ നമുക്ക് ദേഷ്യപ്പെടാനൊക്കെ പറ്റുള്ളൂ. ഞാൻ ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. ഈ കാണുന്ന സ്വഭാവമൊന്നുമല്ല അവരോടൊക്കെ. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, നമുക്ക് കുറേ നമ്മുടെ സ്വഭാവങ്ങളൊന്നും വല്ലാണ്ടൊന്നും ഒളിപ്പിച്ച് വെക്കാനൊന്നും പറ്റില്ലല്ലോ. നിങ്ങളിപ്പം വർഷങ്ങളായിട്ട് എന്നെ കാണുന്നവരല്ലേ. അപ്പം അങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്വഭാവങ്ങളൊന്നുമല്ല. കാണുന്നത് ഏകദേശം ഇങ്ങനെ തന്നെയാണ്. പക്ഷേ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് എന്താ പറയുക, അത്ര വലിയ പാവമൊന്നുമല്ല. ഓക്കെ, പിന്നെ വീട് നിങ്ങൾക്ക് അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ്. വീടിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ വീഡിയോ ഇടാതിരിക്കാൻ ശ്രമിക്കുക. സ്വന്തമായ ഒരു കുഞ്ഞു വീട് പോലും ഇല്ലാത്തവരുണ്ട്, നിങ്ങൾക്ക് കണ്ണേറ് തട്ടാതിരിക്കട്ടെ. സത്യമാണ് പറഞ്ഞത്. നിജാമാണ് മെസ്സേജ് ആക്കിയിട്ടുള്ളത്. സത്യമാണ്. പക്ഷേ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എനിക്കിത് എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലാണ് എൻ്റെ വ്ളോഗിങ് കോണ്ടൻറ്റ്. അപ്പം ഞാനിപ്പോൾ വീടിനെ പറ്റി കാണിക്കാണ്ട് എനിക്ക് പുറത്ത് പോയിട്ട് വെറുതെ പബ്ലിക്കിലോട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ വീഡിയോ ചെയ്യാൻ ഇപ്പോൾ എനിക്കെന്തോ താല്പര്യമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ പബ്ലിക്കിലോട്ട് അങ്ങോട്ട് ഇറങ്ങാറില്ല. ഇപ്പം വർഷങ്ങളായിട്ട് ഇപ്പം അങ്ങനെയാണ്. ഒരുപാട് ഫങ്ഷൻസിനൊന്നും ഞാൻ പോവാറില്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതിൽ മാത്രമേ ഞാൻ പോവാറുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു വീട്ടിലിരുന്നിട്ടുള്ള വീഡിയോസാണ് എനിക്ക് കൂടുതലും കംഫർട്ടബിൾ എന്ന്. അപ്പോൾ പിന്നെ വീട് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കണ്ണേറിന് നമ്മൾ അതിനുള്ള ചൊല്ലിപ്പറയലൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് താഴെയൊരു കമൻ്റ് ഉണ്ട്, അവരുടെ ജോലിയുടെ ഭാഗമല്ലേ ഇത്. മാത്രമല്ല ന്യൂ വീട് എടുക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടാൻ ഇത് ഉപകരിക്കും. മാഷാ അല്ലാ, അവർക്ക് കണ്ണ് തട്ടാതിരിക്കട്ടെ. അൽഹംദുലില്ലാ. സന്തോഷം. അത് മെസ്സേജ് ആക്കിയുള്ളത് ഷഹമ സലീം. സന്തോഷം കേട്ടോ. എന്താ പറയുക, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് സ്നേഹത്തോടുള്ള ലേഡീസ് ഉണ്ട്, ഉമ്മമാരുണ്ട്. ലേഡീസിനെ ആയിരിക്കും ഇത് കൂടുതലും. എന്നെ കൂടുതൽ അറിയുന്നത് ലേഡീസിനും ഉമ്മമാർക്കായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പല വീഡിയോസ് പുറത്തൊക്കെ ഞാൻ വ്ളോഗൊക്കെ ചെയ്യാൻ പോകുമ്പോഴേ, വ്ളോഗ് ചെയ്യാനല്ല, അങ്ങനെ കൊളാബൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർ ഉമ്മ പറഞ്ഞിട്ടാണ്, ഭാര്യ പറഞ്ഞിട്ടാണ്, അനിയത്തി പറഞ്ഞിട്ടാണ്, അങ്ങനെയൊക്കെയാണ് എന്നോട് പറയാറ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് എന്നെ അറിയില്ല. പക്ഷേ ആണുങ്ങൾക്ക് എന്നെ അധികം അറിയില്ല. പക്ഷേ ലേഡീസിന് അവരുടെ വീട്ടിലുള്ളവർക്ക് എന്നെ നന്നായിട്ട് അറിയാം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അന്നല്ല, എപ്പോഴും അങ്ങനെയാണ് വരാറ്. ഓക്കെ, പിന്നെ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന ഡെക്കോർ ഐറ്റംസ് ഒക്കെ വീഡിയോ ചെയ്യണേ. ക്രോക്കറി ഐറ്റംസ് ഓൺലൈൻ വാങ്ങിയതും ഒക്കെ വീഡിയോ ചെയ്യണേന്ന്. അത് സെമി എസ് എന്ന് പറഞ്ഞിട്ടുള്ളവർ മെസ്സേജ് ആക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഹോം ടൂർ, പുതിയ വീട് പണി, ഹോം മേക്ക് ഓവർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആണ് എന്ന് ആണ്. ഇനിയും എല്ലാം ഡീപ്പായി ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് അറിയണവോ എല്ലാം പറയണം എന്നാണ് തോന്നുന്നു. അത് ആഷിഫ് മല്ലിയിൽ. ഓക്കെ, അപ്പോൾ ഞാനിതൊക്കെ കമൻറ്റ്സ് വായിക്കാൻ കാരണം എന്താ അറിയോ, ഒരുപാട് ആൾക്കാർ വീണ്ടും ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, കുറേ കമൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഇത് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വീടിൻ്റെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആണ്. വീട് ഒരു പണി കഴിഞ്ഞ ശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ.
അത് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ വീട് പണി നടക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചില സംഭവങ്ങൾ ചെയ്ത് വെക്കണം. അത് നമ്മൾ എത്ര വർക്കേഴ്സിനെ ഏൽപ്പിച്ചിട്ടും കാര്യമില്ല, നമ്മൾ ചെയ്ത് വെക്കണം. അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ വീട്ടിൽ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അത് ഇപ്പോൾ എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളും നമ്മളെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നാശമായി പോയിട്ടുണ്ട്. നാശമായിട്ട് പോയി എന്ന് പറഞ്ഞാൽ പക്കാ പോയിട്ടൊന്നുമല്ല, കേടായിപ്പോയി. നമ്മളിനി അത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കാരണം കേടായിപ്പോയിട്ടുണ്ട്. അതിന് ശരിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് വേറെ വീഡിയോയിൽ കാണിച്ചെന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വാഷ്റൂം 5 വാഷ്റൂമും താഴെ ടൈല് കേടായി. അതിന് എന്തൊരു കറ വീണു. അപ്പോൾ അതിൻ്റെ റീസൺ ടൈലിൻ്റെ ആൾക്കാരല്ല. കാരണം ടൈൽ അവർ പതിച്ച ശേഷം നല്ല വൃത്തിയിൽ ടൈലിൻ്റെ പണിക്കാർ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. കാരണം അവർ അത്രയും വൃത്തിയിൽ ചെയ്തിട്ട് ഞാൻ കണ്ടതാണ്. അതിന് ശേഷം നമ്മളെ വീട്ടിൽ കുറേ പണികൾ നടന്നില്ലേ, അതിൽ ഏതൊക്കെയോ പണികളിൽ ആ ടൈലിൽ എന്തൊക്കെയോ സ്ക്രാച്ച് വീണു. എന്നിട്ട് ഈ ടൈലിൻ്റെ ആൾക്കാർ വന്നിട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവർ കാണിച്ചിരുന്നു, അവർ വന്നിട്ട് എന്തൊക്കെയോ ലിക്വിഡ് ഇട്ട് ക്ലീൻ ആക്കി തന്നു. അവർ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് അതൊന്ന് ക്ലിയർ ആക്കി തരാൻ വേണ്ടി. കാരണം അവർക്കൊരു വിഷമം, നമ്മൾ വീട്ടിൽ അത്രയും നല്ല രീതിയിൽ ടൈൽ ചെയ്തിട്ട് അത് കേടാവുമ്പോൾ അവർക്കൊരു വിഷമമല്ലേ അത്രയും ചെയ്തത്. വേറെ ആൾക്കാർ കാരണം കേടായി പോയതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പണി ചെയ്ത് കഴിയുമ്പോൾ വേറെ പണി അതിൻ്റെ മീൻസ് ടൈലിൻ്റെ ശേഷമാണ് പിന്നെ ബാക്കി കുറേ പെയിൻറ്റ് വർക്ക്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ പെയിൻറ്റ് അടിക്കുമ്പോഴാണെങ്കിലും നമ്മൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വേറെ സാധനങ്ങൾ വെക്കണം. നമ്മൾ ബാത്റൂമിൽ അതൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അകത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പ്രൊട്ടക്ടർ, പക്ഷേ ബാത്റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്നത്. വെച്ചാൽ തന്നെ ചിലപ്പം കീറി പോകുമ്പോഴൊക്കെ അവിടെ സ്ക്രാച്ച് വീഴാനും അവിടെ പല കറകൾ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് ബെഡ്ഷീറ്റ് എവിടുന്ന വാങ്ങിച്ച്, കംഫർട്ടർ എവിടുന്ന വാങ്ങിച്ച്, ടൈലാണോ മാർബിളാണോ വീട്ടിൽ ആ വീഡിയോ ചെയ്യുമെന്നൊക്കെ. ഇവിടെ നമ്മൾ വീട്ടിലിട്ടുള്ളത് ടൈലാണ്, ഗ്ലോസി ടൈലാണ്. ഒരു ബേജ് കളർ ടൈലാണ്, നല്ല ടൈലാട്ടോ. പിന്നെ ഇതിൽ പിന്നെ എപ്പോക്സി ഇടാണ്ടാണ് നമ്മൾ വിരിച്ചിട്ടുള്ളത്. ഒരു ഷോപ്പിലും അത് ഗ്യാരണ്ടി പറയുന്നില്ല. മീൻസ് ടൈലിൻ്റെ നമ്മൾ സിൽവാൻ എന്നാണ് ടൈൽസ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടുത്തെ മൊത്തം ടൈൽസ് സിൽവാൻ എന്നാണ്. ബാത്റൂം ടൈൽസ് മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചത്. എനിക്ക് സിൽവാൻ ടൈൽസിൽ ഈ ടൈലുണ്ടല്ലോ, നമ്മളിപ്പം വീട്ടിൽ വിരിച്ച ടൈൽസ് നല്ല അടിപൊളി ടൈലാണ്. അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. എപ്പോക്സി ഇടാണ്ട് വിരിക്കാൻ പറ്റും. നല്ല അത്യാവശ്യം കട്ടിയുള്ള തിക്നെസ് ഉള്ള ടൈലായതുകൊണ്ടാണ് എപ്പോക്സി ഇടാണ്ട് നമ്മൾ വിരിച്ചത്. അല്ലെങ്കിൽ ബെൻഡ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലും ആരും ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ടൈല് മറ്റ് ടൈൽസ് വെച്ചിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ബെൻഡ് അധികം വരാൻ ചാൻസ് ഇല്ല എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ 5 വർഷം 3 വർഷങ്ങളായിട്ടാവും ഇത് വിരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരേക്കും കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. ഇൻഷാല്ലാ അങ്ങനെ തന്നെ ആവട്ടെ. എപ്പോക്സി ഇട്ടിട്ടില്ല. എപ്പോക്സി ഇടുമ്പോൾ ആ ഒരു ഫ്ലോ കൊണ്ട് മിസ്സാവും വിചാരിച്ചിട്ട് നമ്മൾ ഇടാണ്ട് വിരിച്ചതാണ്. ഇടാണ്ടാവുമ്പോൾ ഭംഗി ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. പിന്നെ ഹോം ടൂറിൽ കിച്ചൻ്റെ സൈസും റൂം സൈസൊക്കെ പറയണേ. സീലിംഗ് ഫാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് പോകുമ്പോൾ വലിയ ഇടങ്ങാറാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കിവിടെ സോളാറുണ്ട്, കറണ്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ വീട്ടിൽ കറണ്ട് ഇല്ല. ഇതിപ്പോൾ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു മക്കളെ. വൈറ്റ് കേർട്ടൻസിൻ്റെ ഷീർ കർട്ടൻസ് എന്നാണ് പറയൽ. അനദർ ഈസ് ഡാർക്ക് കേർട്ടൻസ്. യുവർ ഹൗസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. കുഞ്ഞെ എത്ര കോസ്റ്റായി ടോട്ടലി? യെസ് കുഞ്ഞെ, നോ ഡൗട്ട്സ്. യുവർ ആർക്കിടെക്ട് എഞ്ചിനീയർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. യെസ്, യുവർ ഡ്രസ് വെർ അടിപൊളി. എനിക്കും നാട്ടിൽ വന്ന് താമസിക്കാൻ തോന്നുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലളിത രസ്മൺ അവരാണ് മെസ്സേജ് ആക്കിയിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. മെസ്സേജ് വായിച്ചപ്പോൾ എനിക്ക് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. നല്ലൊരു മെസ്സേജായിരുന്നു. താങ്ക് യു. പിന്നെ റൂം സൈസ് കൂടി ഉൾപ്പെടുത്തണം ഹോം ടൂറിൽ. പിന്നെ ജനലിന് വൈറ്റ് പെയിൻറ്റ് അടിച്ചതാണോ? യെസ്, ജനലിന് വുഡൻ ജനൽ തന്നെയാണ്, അത് വൈറ്റ് പെയിൻറ്റ് അടിച്ചതാണ്. മാർബിളാണോ ടൈലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ടൈലാണ്. നമ്മൾ വീട്ടിൽ മൊത്തത്തിൽ ടൈലാണ് കേട്ടോ. മാർബിൾ നമ്മൾ വെച്ചിട്ടില്ല. കാരണം മാർബിളിന് കുറേ പ്രശ്നങ്ങളുണ്ട്. ടൈലാകുമ്പോൾ ഇത് തുടച്ച് നല്ല വൃത്തിയാണ്. അപ്പോൾ ഞാൻ അതാണ് നോക്കിയത്. ഓക്കെ, എന്താ ഇത്ര തിരക്കിട്ട് വീട് കൂടിയത്? ഫുൾ വർക്ക് ഫിനിഷ് ആക്കിയിട്ട് കൂടിയിരുന്നാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇക്കാൻ്റെ കീമോ അതിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ വേഗം കയറിയിരുന്നത്. ഇനിയും ഇവിടെ ഒരു 1 വീക്കിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. നടന്നോളൂ.
കുറച്ചൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കിതൊക്കെ ഒരു ഹൗസ് വാമിംഗ് ഒക്കെ നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവും. നമുക്ക് എല്ലാം ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഭയങ്കര സുഖമായിട്ട് നമ്മൾ ലൈഫ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ടെൻഷനല്ലേ. എപ്പോഴും നമ്മൾ ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കില്ല. സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ ഉള്ളതാണ് ലൈഫ്. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് എന്തോ വരാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ, ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുമ്പോഴാണ് നമ്മളെ ലൈഫ് എത്രത്തോളം ഭംഗിയായിരുന്നു മുമ്പ്, ഇനി എത്രത്തോളം ഭംഗിയാവാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം അല്ലേ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫ് ഭയങ്കര ഹാപ്പിയാവും. എനിക്ക് അത്രേ ഉള്ളൂ കേട്ടോ. എനിക്കിങ്ങനെ വരാൻ പോകുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണം എനിക്ക് വയ്യ. ഞാൻ അപ്പോൾ ഉള്ളത് നമ്മൾ ഇന്നത്തെ ലൈഫ് എങ്ങനെ നമുക്ക് മനോഹരമാക്കാൻ പറ്റും. ഞാനിപ്പോൾ അതാലേക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തതിന് ശേഷം, വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്കൊന്ന് പുറത്ത് പോകണം. ഈ പണിക്കാരിവിടെ ഉണ്ട്, അപ്പോൾ എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുറത്ത് പോകണം. അവർ പോകുമ്പോഴേക്കും തിരിച്ച് വരണം. നമ്മൾ ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അതാണ് തിങ്ക് ചെയ്യുക. അല്ലാണ്ട് നമ്മളിങ്ങനെ പണിക്കാരുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ആ ഉള്ളതിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഒരു കമൻറ്റ് ഇട്ടാ ഫാത്തി എപ്പോഴും സുന്ദരിയായി ഇരിക്കുന്നതിൻ്റെ സീക്രട്ട് എന്താണ്? ഇത് വായിച്ചിട്ട് ഭയങ്കര ചിരി. മാഷാ അല്ലാ, കണ്ണ് തട്ടാതിരിക്കട്ടെ. എൻ്റെ കണ്ണ് തട്ടൂല കേട്ടോ. ഡയറ്റ് ഉണ്ടോ? മാഷാ അല്ലാ, എപ്പോഴും ഒരുപോലെ വണ്ണവും മൊഞ്ചും എങ്ങനെ കൊണ്ടു നടക്കും. എനിക്കെന്നെ ചിരി വരുന്നുണ്ട്. ഞാൻ എന്താ പറയുക, പിന്നെ സ്കിൻ കെയർ ആരോ ചോദിച്ചിട്ടുണ്ട്, വേറെ ആരോ. സത്യം പറയുകയാണെങ്കിൽ എന്നെ പറ്റി ചിന്തിക്കാൻ പോലും നേരമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ നേരം കിട്ടാറില്ല. ഈ ഉച്ച ഉറക്കമുണ്ടല്ലോ കുറേ പേർക്ക്, അതായിരിക്കും ചിലപ്പോൾ നമ്മളെ തടി കൂട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഡയറ്റൊന്നും ഇപ്പോൾ നോക്കുന്നില്ല. അപ്പം ജിമ്മിൽ പോകാറില്ല, ഒന്നും നോക്കുന്നില്ല. പക്ഷെ വണ്ണം വെക്കുന്നില്ല. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഫുൾ ബിസി ആയതുകൊണ്ടായിരിക്കാം. പിന്നെ എനിക്ക് ഇങ്ങനെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ എന്നെ പറ്റിയിട്ട് എനിക്ക് പോസിറ്റീവായി തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാറില്ല. ഞാൻ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോവുക. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ടെൻഷൻ വന്നാൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ടെൻഷൻ മാറ്റുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ടെൻഷൻ വരാൻ ഞാൻ നോക്കാറില്ല. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ എനിക്കിഷ്ടപ്പെട്ട വേദനയും ചെയ്യണം. ആ ടെൻഷൻ ഞാൻ അങ്ങനെ അവോയ്ഡ് ചെയ്യും. അതാണ് എൻ്റെ ഇത്. ചിലപ്പോൾ പോസിറ്റീവായിരിക്കും നമ്മുടെ ലൈഫിൽ. അല്ലാണ്ട് ഞാൻ ഫുഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല. എനിക്കിപ്പോൾ സമയം കിട്ടാറില്ല, ഒന്നും സമയം കിട്ടാറില്ല. ഫേസിൽ പോലും എനിക്ക് നല്ലപോലെ ഒന്ന് മുഖം കഴുകാൻ പോലും സമയം കിട്ടാറില്ല. ഒന്ന് സോപ്പിട്ടിട്ട് മുഖം കഴുകാൻ സമയം കിട്ടാറില്ല. എന്തൊക്കെ പുറത്ത് പോകുമ്പോൾ ക്രീം ഇടാനുള്ള സമയം കിട്ടാറുണ്ട്. ഇപ്പോൾ ക്രീം ഇടാനുള്ള സമയമില്ല, എല്ലാം പോലെ പോകലാണ്. അപ്പം എന്തായാലും എനിക്ക് മെസ്സേജ് വായിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ സന്തോഷമല്ല ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. താങ്ക് യു ഫാത്തി. ഓക്കെ, അപ്പം ഇനിയും മെസ്സേജസ് ഉണ്ട്. ഞാൻ ഇത് വീഡിയോ എന്തായാലും അത്യാവശ്യം ലെങ്തിയാണ്. ഇവിടെ പണികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പം ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. കാരണം നമ്മുടെ ടെക്സ്ചർ പെയിൻറ്റിൻ്റെ ആൾക്കാർ അകത്താണ് ഈ പെയിൻറ്റ് പണിയുള്ളത്. അപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ടെക്സ്ചർ പെയിൻറ്റിന് അവരെ സഹായിക്കാൻ പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.